റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, റാപ്പർ വേടന്റെ സംഗീത പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സംഗീത പരിപാടി കൂടിയായിരിക്കും. ഈ ഒരു പരിപാടിയിലാണ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? കൂടുതൽ പരിക്കുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നലെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് റാപ്പർ വേടന്റെ പരിപാടി ബേക്കൽ ബീച്ച് പാർക്കിൽ സംഘാടകർ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നിരവധി ആളുകൾ അനിയന്ത്രിതമായി ഈ പരിപാടിക്ക് എത്തിച്ചേർന്നതാണ് വലിയ രീതിയിലുള്ള തിക്കിനും തിരക്കിനും കാരണമായത്. നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു. പലർക്കും ശ്വാസം കിട്ടാതെ വരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. എന്തായാലും ഇന്നലെ ഈ പരിപാടിക്ക് എത്തിയ ഒരു പൊയിനാച്ചി സ്വദേശിയായിട്ടുള്ള യുവാവ് ട്രെയിൻ തട്ടി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും സംഘാടകരും വ്യക്തമാക്കുന്നത്. ഇന്നലെ 8 മണിയോടുകൂടി നിശ്ചയിച്ചിരുന്ന പരിപാടി 9:15 തുടങ്ങാനായത്. ആൾക്കൂട്ടം വലിയ രീതിയിൽ ഇരച്ചെത്തിയതിനെ തുടർന്ന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം കൂടുതൽ എടുക്കേണ്ടി വന്നത്. എന്തായാലും അതിനുശേഷവും വലിയ രീതിയിൽ ആളുകൾ ശ്വാസം കിട്ടാതെ ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം മൂലം കുഴഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ പരിപാടിയിൽ നമ്മളും ഇന്നലെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു 80,000-ലധികം ആളുകൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഈ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയിൽ ഇത്തരത്തിൽ ആളുകൾ പല വഴിയിലൂടെയും ടിക്കറ്റ് എടുക്കാതെ തന്നെ കടന്നുകൂടിയ ഒരു സാഹചര്യമുണ്ട്. ഇത് സംഘാടകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കിടയാക്കി. എന്തായാലും വലിയൊരു ബീച്ചിന്റെ തീരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ ആഴം എല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതിന് തൊട്ട് സമീപത്തായി, അതായത് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നതിന്റെ തൊട്ട് സമീപത്തായി റെയിൽവേ പാത കടന്നു പോകുന്നുണ്ട്. ഈ റെയിൽവേ പാത മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഈ പൊയിനാച്ചി സ്വദേശിയായിട്ടുള്ള ശിവാനന്ദന് ജീവൻ നഷ്ടമായത്. ട്രെയിൻ തട്ടിയ ഈ ശിവാനന്ദനെ സുഹൃത്തുക്കൾ പിന്നീട് പോലീസിന്റെ സഹായത്തോടു കൂടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കാസർഗോഡ് കിംസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ഈ പരിപാടിക്കിടെ ഉണ്ടായ ഒരു ദാരുണ സംഭവം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് എത്തിയ ഒരു യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ്. ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് മുമ്പും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വലിയ ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പല ആളുകൾക്കും പല രീതിയിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘാടകർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇത് വഴിവെക്കുന്നത്. എന്തായാലും 80,000-ലധികം ആളുകൾ ഇന്നലെ ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി ആരുടെയും പരിക്കുകളൊന്നും ഗുരുതരമല്ല. ദേഹാസ്വാസ്ഥ്യവും ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് സംഘാടക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി 31-ാം തീയതി ന്യൂ ഇയർ ആരംഭിക്കുന്നതോടുകൂടിയാണ് ഈ പരിപാടികൾ അവസാനിക്കുക. വരും ദിവസങ്ങളിലും സമാന രീതിയിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ആളുകളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പരിപാടി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയും പറയുന്നത് 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളിലൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ഇത്രയും ആളുകളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ഒരു പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. സ്വയം നിയന്ത്രിതമായ ആളുകൾ നിന്നതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ കുറഞ്ഞത്. ഈ മുൻഭാഗത്ത്, അതായത് വേടന്റെ സ്റ്റേജിന്റെ മുൻഭാഗത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അവർ വെള്ളം കിട്ടാതെ സാർ എനിക്ക് വെള്ളം തരൂ എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചതുമാണ്. എന്തായാലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത്. വരും ദിവസങ്ങളിലും സുഗമമായി തന്നെ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ പരിപാടി ആസ്വദിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പരിപാടി കാണാനെത്തിയ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നൊരു വാർത്ത കൂടി എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.